ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നെത്തോലിത്തോരൻ. നെത്തോലിത്തോരൻ ആവശ്യമായത് 1/2 കിലോ നെത്തോലി നന്നായി കഴുകി വൃത്തിയാക്കിയത്. അതിന് ശേഷം നമ്മൾ കുറച്ച് കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കാന്താരി. ഉള്ളി ഏതും ആവാം, സവാളയോ അല്ലെങ്കിൽ കൊച്ചുള്ളി ആയിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ്. എന്നിട്ട് ഒരു മുറി തേങ്ങ ചിരകിയത്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് ഒരു ചെറിയ ഉരള ഞാൻ എടുത്തേക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ മിക്സിയേക്കാളും ടേസ്റ്റാണ് ഇങ്ങനത്തെ ഇരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് ചതയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് ഉള്ളി, കാന്താരി, കരിവേപ്പില എല്ലാം ഇട്ട് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രം തേങ്ങയിട്ട് ചതയ്ക്കുക. അപ്പം നന്നായി ചതച്ച് വെച്ചതിന് ശേഷം അതിന് മുമ്പായിട്ട് നമുക്കൊരു 2-3 അല്ലി പുളിയെടുത്ത് വൃത്തിയാക്കി കഴുകി കുറച്ച് ഉപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ച് അതിനകത്ത് വയ്ക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് സോഫ്റ്റ് ആവാനാണ്. അതിന് ശേഷം നമുക്ക് ചട്ടി അരപ്പത്ത് വയ്ക്കാം. അതിനകത്ത് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉടനെ ഈ അരപ്പ് അതിനകത്തേക്കിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കണം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് വേണമെങ്കിൽ ലേശം ഉപ്പ് ചേർക്കാം, കാരണം പുളിക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. നന്നായി യോജിച്ചതിന് ശേഷം അത് യോജിപ്പിച്ച് കഴിഞ്ഞാലുണ്ട് ലേശം മുളക് പൊടി ഇടുക. മുളക് പൊടി ഞാൻ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഓറഞ്ച് കളർ കിട്ടും. അല്ലെങ്കിൽ ഈ കാന്താരിയും മഞ്ഞളും എല്ലാം കൂടെ ഇത് വെളുത്തിരിക്കും, നെത്തോലി വെളുത്തതായതുകൊണ്ട്. അതിനേക്കാൾ നല്ലൊരു ഇച്ചിരി മുളക് പൊടി ചേർക്കുമ്പോൾ അതിനൊരു നല്ല കളർ, ഒരു ഓറഞ്ച് കളർ കിട്ടും. അത് നല്ലൊരു ലുക്കാണ് അതിന്. ഇതെല്ലാം നന്നായി യോജിപ്പിച്ച ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും ഇതിനകത്തേക്ക് ഒഴിക്കുക. ആ പുളിയും വെള്ളവും ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ നന്നായി ഒന്ന് യോജിപ്പിച്ച് അത് നന്നായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് ലേശം വെള്ളം കൂടി ഇട്ട്, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കറിയാക്കരുത്. ഇത് തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് എന്തിനായി വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് പുളിയും എരിവും എല്ലാം ഇറങ്ങുമ്പോൾ എന്നിട്ട് നമുക്ക് മീനിട്ട് കഴിഞ്ഞാൽ മീനിനകത്ത് എല്ലാം അങ്ങ് പിടിക്കും. എന്നിട്ട് മീൻ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിക്കുക. ചുമ്മാ ഇളക്കി കുത്തി മറിച്ച് അതിൻ്റെ എല്ലാം ഉടച്ച് കളയരുത്. അല്ലാതെ നന്നായി ഒന്ന് ഇളക്കി വെച്ചാൽ മതി. ഇളക്കി കഴിഞ്ഞാൽ നല്ല യോജിപ്പിച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ അടച്ചതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. അതിന് ശേഷം വെള്ളം വറ്റാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റുക. അത് നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം. വളരെ നല്ലതാണ്.